ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മളുടെ R15-ൻ്റെ ഫോർക്ക് പ്ലസ് എൻജിൻ ഓയിലാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആരും വിചാരിക്കുന്നത് ഫോർക്ക് സിലിണ്ടറിക്കലായി കഴിഞ്ഞാൽ USD ആയി കഴിഞ്ഞാൽ സെയിം ആണെന്നാണ്. ആക്ച്വലി സെയിം അല്ല. USD ഫോർക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ബൈക്സിലാണ് കൊടുക്കുന്നത്. രണ്ട് ഫോർക്കിനും രണ്ട് ഫങ്ഷനാണ് വരുന്നത്. ഒന്ന് ഒന്ന് റീബൗണ്ട് ആണെങ്കിൽ ഒന്ന് ഡാമ്പിംഗ് ആണ്. കോസ്റ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ USD ഫോർക്കാണ് ടെലിസ്കോപ്പിക്കിനെക്കാട്ടിയും കൂടുതൽ കോസ്റ്റ് വരുന്നത്. മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നല്ല എമൗണ്ട് വരുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ എത്രയാണ് ഇതിൻ്റെ മെയിൻ്റെനൻസിൻ്റെ കോസ്റ്റ് വരുന്നത്, എൻജിൻ ഓയിൽ ഞാൻ ഏതാണ് ഒഴിക്കുന്നത്, ഫോർക്കിൽ എത്ര ml ആണ് ഫോർക്ക് ഓയിൽ യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് വരുന്നത്. സോ സ്റ്റേ ട്യൂൺ. ഇനി വർക്ക്ഷോപ്പിലെത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിലെത്തിയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാം. അങ്ങനെ ബൈക്കിൽ നിന്ന് നമ്മൾ രണ്ട് ലെഗ്സും സെപ്പറേറ്റ് ആക്കി ഇനി ഇതിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടൂളിൻ്റെ 20W ഫോർക്ക് ഓയിലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 94 റുപ്പീസാണ്. ഇനി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ലെഗ്സിലെ ഓയിലിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യമഹയുടെ ഓയിൽ സീലിൻ്റെ റേറ്റ് വരുന്നത് 310 രൂപയാണ്. ഇവിടെ നമ്മൾ രണ്ട് ഓയിൽ സീലാണ് മാറ്റുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളെ ഫോർക്കിൽ ഓയിലൊക്കെ പുതിയൊരു ഓയിൽ സീലൊക്കെ മാറ്റി ഇനിയിപ്പം നെക്സ്റ്റ് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പം ബൈക്കിൻ്റെ ഫോർക്ക് ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എൻജിൻ ഓയിലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ IRG7 ആണ്. ഇതിൻ്റെ വില വരുന്നത് 888 രൂപയാണ്. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോർക്ക് ഓയിൽ ആൻഡ് എൻജിൻ ഓയിൽ മാറ്റി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ ബൈ.